മാഷ് ഒരു മലയാളം വാക്കാണോ? പൊതുവേ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന സ്ത്രീകൾ പ്രധാനമായും അവരാണ്. നമ്മളെയൊക്കെ കാണുമ്പോൾ മാഷേ എന്ന് വിളിച്ച് സംസാരിക്കും. ഇനി ചിലപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഒക്കെ മാഷേ എന്നാണ് സംബോധന ചെയ്യാറ്. അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ പലരോടും ഞാനും പറയാറുണ്ട്, ഞാൻ മാഷല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു റെസ്പെക്റ്റ് തന്നതാണ് എന്ന് പറയും. ഇങ്ങനെ വ്യാപകമായി മാഷ് എന്ന വാക്ക് മലയാളമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സഹപ്രവർത്തകയായ ഒരു സഖാവ്, ആദ്യം സഖാവ് എന്ന് വിളിച്ചിരുന്ന ഒരു സഖാവ് കോളേജ് അധ്യാപികയാണ്. പിന്നീട് മാഷേ എന്ന് ഇതുപോലെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, സഖാവെ എന്ന് തന്നെ വിളിച്ചാൽ പോരെ, ഈ മാഷ് ഒരു മലയാളം വാക്കാണ് എന്ന് കരുതി വിളിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ ഞാനൊന്ന് മലയാളവൽക്കരിച്ച് വിളിച്ചതാണ് എന്നവർ പറയുകയും ചെയ്തു. എൻ്റെ തർക്കം മാസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദം ലോപിച്ചാണ് മലയാളി മാഷ് എന്ന വിളി ഏറ്റെടുത്തത്. അങ്ങനെ ആദ്യം വിളിച്ചു തുടങ്ങിയത് അങ്ങനെയാണ്. അത് പല വാക്കുകളും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും മാത്രമല്ല, പോർച്ചുഗലിൽ നിന്നും മറ്റ് അറബിയിൽ നിന്നുമൊക്കെ പല വാക്കുകളും മലയാളി കടം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ ലോകത്തെമ്പാടും പല വാക്കുകളും പലരും പരസ്പരം കടം കൊണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാഷ് എന്ന വാക്ക് ഒരു തെറ്റായ പ്രയോഗമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആരെയും കയറി മാഷേ എന്ന് വിളിച്ചാൽ പുരോഗമനമാവും എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ചിലപ്പോൾ സാർ എന്ന് വിളിക്കുന്നത് എന്തോ കുറച്ചിലാണ് എന്ന് കരുതിക്കൊണ്ട് മാഷ് വിളി നടത്തുന്നവരുണ്ട്. ഞാനൊരു ദിവസം രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ യാദൃച്ഛികമായി ഒരു റിട്ടയർഡ് ജഡ്ജിനെ കണ്ടു. ജഡ്ജ് റിട്ടയർഡ് ആയാലും ജസ്റ്റിസ് തന്നെ. അപ്പോൾ അദ്ദേഹവും രാവിലെ നടക്കാൻ ഇറങ്ങിയ ആളാണ്. കണ്ടു, സംസാരിച്ചു. അങ്ങനെ നടക്കുമ്പോൾ പാതയോരത്തു കൂടിയുള്ള നടപ്പാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, പക്ഷേ മെട്രോയിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്, മെട്രോ സ്റ്റേഷൻ എവിടെയാണ് എന്ന് ജഡ്ജിയോട് ചോദിക്കുകയാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, അതിപ്പോൾ ജഡ്ജിയെ സാറേ എന്ന് വിളിക്കണോ മാഷേ എന്ന് വിളിക്കണോ എന്ന തർക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹം മാഷ് അല്ല, അധ്യാപകനല്ല. എന്തായാലും അധ്യാപകരെയാണല്ലോ നമ്മൾ മാഷ് എന്ന് വിളിച്ചു വന്നിരുന്നത്. ഇനി മാസ്റ്റർ എന്ന അർത്ഥത്തിലാണോ ആ സ്ത്രീ വിളിച്ചത്, അതല്ലെങ്കിൽ സാറേ എന്ന് വിളിക്കാനുള്ള ഒരു മടി കൊണ്ട് അങ്ങനെ വിളിച്ചതുമാകാം. അതുപോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹവുമായി ഞാൻ നടക്കുന്നു ഒരു ദിവസം. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചേട്ടാ എന്ന് അദ്ദേഹത്തെ വിളിക്കുകയാണ്. അയാൾ ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരാളാണ്. ഒരു കോളേജിൻ്റെ ഉദ്യോഗസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ ആ തരത്തിലിരുന്ന ഒരാളെ ഒരു ഇന്നലെ മുളച്ച ഒരു ചെറുക്കൻ 10-20 വയസ്സുള്ള ഒരുത്തം വന്നിട്ട് ചേട്ടാ എന്ന് വിളിക്കും. അങ്ങനെ ആരെയും ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു രീതി തമിഴ്നാട്ടിൽ അണ്ണൻ എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അതിൽ പരിഹാസമൊന്നുമില്ല. അണ്ണൻ, അണ്ണാച്ചി എന്നൊക്കെ വിളിക്കുന്നത് പൂർണ്ണമായും റെസ്പെക്റ്റോടു കൂടി തന്നെയാണ്. പ്രത്യേകിച്ച് തമിഴന്മാർക്ക് അവർക്ക് അവരുടേതായ ആ ഭാഷയെ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പലപ്പോഴും അവർ ഇംഗ്ലീഷ് വാക്കുകൾ കഴിയുന്നതും ഉപയോഗിക്കില്ല. അവർക്ക് മലയാള പദങ്ങൾ തന്നെയുണ്ട്. തൊലൈപേച്ചി എന്ന് ടെലിഫോണിനെ, മൊബൈലിനെ ഒക്കെ അവർ പറയുമ്പോൾ, തൊലൈക്കാച്ചി എന്ന് ടെലിവിഷനെ പറയുമ്പോൾ അതൊക്കെ അവരുടെ ആ ഭാഷയോടുള്ള സ്നേഹമാണ് വ്യക്തമാക്കുന്നത്. നമ്മൾ ചെന്നൈ സെൻട്രലിൽ ചെല്ലുമ്പോൾ ചെന്നൈ സന്ദിപ്പ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ സന്ദിപ്പ് എന്ന് വലിയ അക്ഷരത്തിൽ തമിഴിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ എറണാകുളം ജംഗ്ഷനിൽ നമുക്ക് എറണാകുളം ജംഗ്ഷൻ എന്ന് തന്നെയാണ് വായിക്കാൻ കഴിയുക. ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് മോശമാണ് എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് എന്തോ കുഴപ്പമാണ് എന്ന് കരുതി മനഃപൂർവ്വം
തെറ്റായ മലയാളം വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പലതരത്തിൽ ഇപ്പോൾ സ്വിച്ച് ഇട്ടോ എന്ന് പറഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട്. പമ്പ് ഒരു ഇംഗ്ലീഷ് വാക്കാണ്, ആ ഉപകരണത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും ഇംഗ്ലീഷ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇനിയുള്ള കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർ കൂടുതലായും ഇംഗ്ലീഷ് പദങ്ങളാണല്ലോ ഉപയോഗിക്കുക. അത്തരമൊരു കാലത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും മലയാള ഭാഷയെ രക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ വേണം. പക്ഷേ അസ്ഥാനത്ത് അത് പ്രയോഗിച്ചുകൊണ്ടാവരുത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരാളെ സർ എന്ന് വിളിച്ച് റെസ്പെക്റ്റ് ചെയ്താൽ ഒരു കുഴപ്പവും വരാനില്ല. മാഷ് എന്ന് വിളിച്ചാൽ അത് എന്തോ വലിയ കാര്യമാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ തെറ്റുകൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിവിടെ ഇപ്പോൾ പറയുന്നത്.